പയ്യന്നൂരിൽ BLO ജീവനൊടുക്കിയ സംഭവത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധം. വിവിധ ജില്ലാ ആസ്ഥാനങ്ങളിലേക്ക് ജോലി ബഹിഷ്കരിച്ച് BLOമാരുടെ പ്രതിഷേധ മാർച്ച്. തൊഴിൽ പീഡനം അതിരൂക്ഷമെന്ന ആരോപണം. കണ്ണൂർ അനീഷ് ജോർജിൻ്റെ മരണത്തിന് ഒന്നാമത്തെ ഉത്തരവാദി ഞങ്ങൾ പറയുന്നു കണ്ണൂർ ജില്ലാ കളക്ടറാണ്. അദ്ദേഹത്തിൻ്റെ അടക്കമുള്ള കണ്ണൂരിലെ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ സമ്മർദ്ദം അക്കാര്യത്തിലുണ്ട്. അനീഷിന്റെ മരണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കണ്ണൂർ ജില്ലാ കളക്ടർക്കെന്ന് ജോയിന്റ് കൗൺസിൽ. അനീഷ് ജോർജിന്റെ സംസ്കാരം ഉടൻ. പയ്യന്നൂരിൽ BLO ജീവനൊടുക്കിയതിൽ CPIM-നെതിരെ ആഞ്ഞടിച്ച് കോൺഗ്രസ്. അനീഷ് ജോർജിന്റെ മരണത്തിന് പിന്നിൽ CPIM-ന്റെ ഭീഷണിയെന്ന് VD സതീശൻ. വസ്തുനിഷ്ഠമായ അന്വേഷണം വേണമെന്ന് സണ്ണി ജോസഫ്. ആരോപണങ്ങൾ തള്ളി കണ്ണൂർ CPIM. പ്രതിപക്ഷ നീക്കം BJPയെ സഹായിക്കാനെന്ന് KK രാഗേഷ്. കേരളത്തിന് പിന്നാലെ രാജസ്ഥാനിലും BLO ജീവനൊടുക്കിയെന്ന് റിപ്പോർട്ട്. ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത് 45-കാരനായ മുകേഷ് ജാൻഗിഡിനെ. SIR-മായി ബന്ധപ്പെട്ട ജോലി സമ്മർദ്ദത്തെ തുടർന്നാണ് ജീവനൊടുക്കിയത് എന്ന് സഹപ്രവർത്തകർ. BLOമാരുടെ ജോലി സമ്മർദ്ദം വ്യക്തമാക്കുന്ന നിർണായക ശബ്ദ സന്ദേശം ന്യൂസ് മലയാളത്തിന്. EROയുടെ തൊഴിൽ പീഡനം വാട്സാപ്പ് സംഭാഷണത്തിൽ വ്യക്തം. മാഡം, അതിനിപ്പോ ഇനി തല ഉത്തരം നിന്നാലും എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ഇപ്പൊ നാളെ അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റൂല. എന്നെ കൊണ്ടെന്നാലും പറ്റൂല. ആക്ഷേപങ്ങൾക്കിടെ കോഴിക്കോടും പാലക്കാടും BLOമാർക്ക് സബ് കളക്ടറുടെ കാരണം കാണിക്കൽ നോട്ടീസ്. ഫോം വിതരണം പൂർത്തിയാക്കിയില്ലെങ്കിൽ ജനപ്രാതിനിധ്യ നിയമപ്രകാരം ശിക്ഷാ മുന്നറിയിപ്പ്. SIR-ൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ തുറന്ന പോരിന് UDF. SIR-നെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച് മുസ്ലിം ലീഗ്. നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകാൻ KPCC-യും. BJPയുടെ ദുരുദ്ദേശത്തിന് CPIM കൂട്ടുനിൽക്കുന്നുവെന്ന് VD സതീശൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സന്നിധാനത്ത് SIT-യുടെ നിർണായക പരിശോധന ഉടൻ. ശാസ്ത്രീയ പരിശോധനകൾക്കായി കട്ടിളപ്പാളിയുടെയും ദ്വാരപാലക ശില്പങ്ങളുടെയും സാമ്പിളുകൾ ശേഖരിക്കും. പോലീസ് രേഖകൾ ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ ഹർജി ചീഫ് ജസ്റ്റിസിന് കൈമാറി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. വൃശ്ചിക പുലരിയിൽ ശബരീശനെ കാണാൻ സന്നിധാനത്തേക്ക് ഒഴുകിയെത്തി ഭക്തർ. നട തുറന്ന് പൂജകൾ നടന്നത് പുതിയ മേൽശാന്തി ED പ്രസാദിന്റെ നേതൃത്വത്തിൽ. ഇന്നലെ ദർശനം നടത്തിയത് 1,00,000-ലേറെ ഭക്തർ. 90,000 പേർക്ക് പ്രതിദിനം ദർശനത്തിന് സൗകര്യം. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി. അഴിമതിക്കാരെ സംരക്ഷിക്കുന്നത് എന്തിനെന്ന് ചോദ്യം. പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി CBIക്ക് നൽകിയാൽ എന്താണ് കുഴപ്പം എന്നും കോടതി. TP കേസ് പ്രതി ജ്യോതി ബാബുവിന് ഉടൻ ജാമ്യമില്ല. കൊലപാതക കേസിൽ പ്രതിക്ക് പെട്ടെന്ന് ജാമ്യം നൽകാനാവില്ല എന്ന് സുപ്രീം കോടതി. വിചാരണ കോടതി രേഖകൾ പരിശോധിച്ച ശേഷം നടപടി. KK രമയുടേത് ഗ്യാലറിക്ക് വേണ്ടിയുള്ള ആരോപണമെന്ന് സംസ്ഥാന സർക്കാർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യഘട്ടം പിന്നിട്ടിട്ടും അറുതിയില്ലാതെ മുന്നണികളിലെ പ്രതിസന്ധി. മലപ്പുറത്ത് അയ്യാതെ മുസ്ലിം ലീഗ് കോൺഗ്രസ് തർക്കം. പാലക്കാട് ഔദ്യോഗിക പക്ഷത്തിനെതിരെ മത്സരിക്കുമെന്ന് CPIM വിമതർ. എറണാകുളത്ത് മുനമ്പം സമരസമിതിയെ ഒപ്പം കൂട്ടി കോൺഗ്രസിന്റെ നിർണായക നീക്കം. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്തതിനെതിരെ മുട്ടടയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷ് ഹൈക്കോടതിയിൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി. നടപടി നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ. പത്തനംതിട്ടയിൽ CPI വിട്ട മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം കോൺഗ്രസിൽ. ശ്രീനാദേവി കുഞ്ഞമ്മ പള്ളിക്കൽ പഞ്ചായത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും. CPIM-ൽ നിന്ന് നീതി ലഭിച്ചില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അകത്തളത്തിൽ ഒരുപാട് അനുഭവിച്ചെന്നും ശ്രീനാദേവി. വാദങ്ങളൊക്കെ വന്നല്ലോ. ആ ഘട്ടത്തിലൊക്കെ എന്താ തോന്നുന്നത്? എന്തായിരിക്കും?
അത് അതിന്റെ വഴിക്ക് പൊക്കോട്ടെ ആണ് അത് അങ്ങനെ. കാരണം ഞാനൊരു ഇൻഡിപെൻഡൻ്റ് ആർട്ടിസ്റ്റാണ്. ഞാൻ ചെയ്ത ആർട്ടുകളൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിലൊക്കെ അവൈലബിൾ ആണ്. പാട്ട് അവിടെ ഉണ്ട്, പാട്ടെടുത്ത് കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആശ്വാസമുണ്ട്. എത്ര വലിയ വിവാദങ്ങൾ ഉണ്ടായാലും തൻ്റെ പാട്ടുകളും പറഞ്ഞ രാഷ്ട്രീയവും അവിടെ തന്നെ ഉണ്ടാകുമെന്ന് റാപ്പർ ബാഡൻ ന്യൂസ് മലയാളത്തോട്. പറയേണ്ട കാര്യങ്ങൾ ഇനിയും പറയും. തൻ്റെ ഉള്ളിലെ രാഷ്ട്രീയം ഉടലെടുത്തത് അംബേദ്കറെ വായിച്ച്. താനൊരു സമത്വവാദിയെന്നും വേടൻ ഹലോ മലയാളത്തിൽ. കടലമ്മ കരഞ്ഞല്ലേ പെറ്റത്, കണ്ണീരെല്ലാം അവളല്ലേ കട്ടത്, കരയില്ല കടലല്ലേ കണ്ടത്, കടലിൻ്റെ മക്കളാ കടലമ്മ കരഞ്ഞല്ലേ പെറ്റത്, കണ്ണീരെല്ലാം അവളല്ലേ കട്ടത്, കരയില്ല കടലല്ലേ കണ്ടത്, കടലിൻ്റെ മക്കളാ കടലിൻ്റെ. ഏറ്റവും പുതിയ ഗാനം ന്യൂസ് മലയാളത്തിലൂടെ അവതരിപ്പിച്ച റാപ്പർ ബാഡൻ അൺറിലീസ്ഡ് സോങ് പ്രേക്ഷകർക്കായി പാടിയത് ഹലോ മലയാളത്തിൽ. മാണിക്കത്തെ ഒരു മാണിക്കത്തെ നീ കണ്ടില്ല എന്ന് നടിക്കല്ലേ, അത് മാണിക്യം തന്നെയെന്ന് അറിയുമ്പോ മനസ്സിന്റെ ആഴത്തിലോ അന്ന് മുറിയില്ലേ. താരകത്തെ ഒരു താരകത്തെ നീ കണ്ടില്ല എന്നങ്ങ് നടിക്കല്ലേ, ആ താരകം മാനത്ത് മറയുമ്പോ ഇരുട്ടിൽ വഴിയറിയാതെ നീ തുടിക്കില്ലേ. മാണിക്കത്തെ ഒരു മാണിക്കത്തെ. കോഴിക്കോട് മലാപ്പറമ്പിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി. ഫ്ലോറിക്കൽ റോഡിലെ നിരവധി വീടുകളിൽ വെള്ളവും ചളിയും കയറി. റോഡിൽ രൂപപ്പെട്ടത് വലിയ ഗർത്തം. കാലപ്പഴക്കമാണ് പൈപ്പ് പൊട്ടാൻ കാരണമെന്ന് പ്രാഥമിക നിഗമനം. കോഴിക്കോട്ടെ വിവിധ പ്രദേശങ്ങളിൽ ഇന്നും നാളെയും കുടിവെള്ള വിതരണം മുടങ്ങും. വയനാട് മാനന്തവാടി ബാവലിയിൽ കാട്ടാനാക്രമണത്തിൽ കർഷകന് പരിക്ക്. ഷാണമംഗലം ഉന്നതിയിലെ ദേവരാജൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. സൗദി മദീനയിൽ ഉംറ തീർത്ഥാടകരുടെ ബസ്സും ഡീസൽ ടാങ്കറും കൂട്ടിയിടിച്ച് വൻ ദുരന്തം. 42 ഹൈദരാബാദ് സ്വദേശികൾക്ക് ദാരുണാന്ത്യം. മരിച്ചവരിൽ 20 സ്ത്രീകളും 11 കുട്ടികളും. ഇടിയുടെ ആഘാതത്തിൽ തീഗോളമായി വാഹനങ്ങൾ. ബീഹാറിൽ മഹാസഖ്യത്തിന്റെ ദയനീയ തോൽവിക്ക് പിന്നാലെ ലാലു പ്രസാദ് യാദവിന്റെ മൂത്ത മകൻ തേജ് പ്രതാപ് NDAയിലേക്ക്. മുന്നണി മാറ്റത്തിന് ധാരണയായെന്ന വിവരം. തേജ് പ്രതാപ് സ്വന്തം രാഷ്ട്രീയ കക്ഷി ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് RJDയിൽ നിന്ന് പുറത്തായതോടെ. ബീഹാറിൽ പുതിയ NDA സർക്കാരിന്റെ സത്യപ്രതിജ്ഞ വ്യാഴാഴ്ച. പട്നയിലെ ഗാന്ധി മൈതാനത്ത് നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. LJP അധ്യക്ഷൻ ചിരാഗ് പാസ്വാനെ ഉപമുഖ്യമന്ത്രിയായി പരിഗണിക്കുന്നുവെന്ന് റിപ്പോർട്ട്. ചെങ്കോട്ട സ്ഫോടന കേസിൽ ഉമർ നബിയുടെ സഞ്ചാരപാത പുനഃസൃഷ്ടിച്ച് അന്വേഷണം വിപുലീകരിക്കാൻ NIA. ഉമറിന്റെ മൊബൈൽ സിഗ്നലുകളിൽ നിന്നുള്ള ഡാറ്റകൾ ശേഖരിക്കാനുള്ള നടപടികൾ തുടങ്ങി. അറസ്റ്റിലായ അമീർ റഷീദ് അലിയെ പാട്യാല ഹൗസ് കോടതിയിൽ ഹാജരാക്കി. കൊൽക്കത്ത RG കാർ മെഡിക്കൽ കോളേജ് ബലാത്സംഗ കൊലയിൽ അന്വേഷണം മന്ദഗതിയിലെന്ന് ഇരയുടെ പിതാവ്. 3 മാസമായിട്ടും CBI കുറ്റപത്രം സമർപ്പിച്ചില്ല. തുടക്കം മുതൽ തന്നെ ലോക്കൽ പോലീസ് കേസിനെ തെറ്റായി കൈകാര്യം ചെയ്തെന്നും പിതാവ്. ഭരണവിരുദ്ധ പ്രക്ഷോഭത്തിൽ സ്ഥാനഭ്രഷ്ടയാക്കപ്പെട്ട മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ന് നിർണായകം. ഹസീനയ്ക്കെതിരായ കേസുകളിൽ അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണൽ ഇന്ന് വിധി പറയും. വിധി പ്രസ്താവത്തിന് മുന്നോടിയായി രാജ്യത്ത് കനത്ത സുരക്ഷ. കോങ്കോയിൽ ചെമ്പ് ഖനിയിലെ പാലം തകർന്ന് 50 പേർക്ക് ദാരുണാന്ത്യം. 20-ലധികം പേർക്ക് പരിക്ക്. അപകടം സർക്കാർ നിർദ്ദേശം അവഗണിച്ച് അനധികൃത ഖനനത്തിനായി ആളുകൾ തടിച്ചുകൂടിയതോടെ. തിരക്ക് അനിയന്ത്രിതമായതോടെ സൈനികർ വെടിയുതിർത്തെന്നും റിപ്പോർട്ട്. റഷ്യയുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്കെതിരെ പ്രതികാര നടപടികൾ കടുപ്പിക്കാൻ അമേരിക്ക. ഉപരോധം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും. റഷ്യൻ ബന്ധത്തിന് വലിയ ശിക്ഷ നേരിടേണ്ടി വരുമെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്.
അമേരിക്കയുമായി ആണവ ചർച്ചകൾ പുനരാരംഭിക്കാൻ തയ്യാറാണെന്ന് ഇറാൻ. ബഹുമാനത്തോടെ സമീപിച്ചാൽ ചർച്ചയ്ക്ക് സന്നദ്ധമാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി. യുറേനിയം സമ്പുഷ്ടീകരണവുമായി മുന്നോട്ടു പോകാൻ ഇറാൻ അവകാശമുണ്ടെന്നും അരാഗ്ചി. അറുതിയില്ലാത്ത റഷ്യൻ ആക്രമണങ്ങൾക്കിടെ തടവുകാരുടെ കൈമാറ്റം പുനരാരംഭിക്കാനുള്ള ശ്രമങ്ങളുമായി യുക്രൈൻ. 1200 യുക്രൈൻ തടവുകാരുടെ മോചനത്തിനായി ചർച്ചകൾ ആരംഭിച്ചെന്ന് സെലൻസ്കി. ചർച്ചകൾ പുരോഗമിക്കുന്നത് തുർക്കി UAE മധ്യസ്ഥതയിൽ. വരൾച്ച അതിരൂക്ഷമായതോടെ ഇറാനിൽ കൃത്രിമ മഴ പെയ്യിക്കാൻ നീക്കം. ഉർമിയ തടാകത്തിന് മുകളിൽ ക്ലൗഡ് സീഡിംഗ് ആരംഭിച്ചു. അടുത്ത മാസവും മഴ പെയ്തില്ലെങ്കിൽ സാഹചര്യം ഗുരുതരമാകുമെന്ന് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. ഇറാൻ നേരിടുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വരൾച്ച. നടൻ എന്ന നിലയിൽ താനൊരു പരാജയമെന്ന തുറന്നു പറച്ചിലുമായി കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ. സിനിമാ ജീവിതം അനുയോജ്യ പണിയല്ലെന്ന് തിരിച്ചറിഞ്ഞു. പ്രതികരണം: ആദ്യ ചിത്രം മിലീന മിലേ ഹം പരാജയപ്പെട്ടത് ചൂണ്ടിക്കാട്ടി. ഹോളിവുഡ് ആക്ഷൻ ഹീറോ ടോം ക്രൂയിസിന് ഓണററി ഓസ്കാർ. പുരസ്കാരം ചലച്ചിത്ര മേഖലയ്ക്ക് നൽകിയ അമൂല്യ സംഭാവനകൾ പരിഗണിച്ച്. വൈകിയെത്തിയ അംഗീകാരമെന്ന് ആരാധകർ. ചെസ് ലോകകപ്പിൽ 6ാം റൗണ്ടിൽ ഇന്ത്യൻ താരം അർജുൻ എരിഗൈസി ഇന്നിറങ്ങും. എതിരാളി ചൈനീസ് ഗ്രാൻഡ് മാസ്റ്റർ വെയ്. 24 ഇന്ത്യൻ താരങ്ങൾ അണിനിരന്ന ടൂർണമെന്റിൽ അവശേഷിക്കുന്നത് അർജുൻ മാത്രം. ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത ഉറപ്പിച്ച് പോർച്ചുഗലും നോർവേയും. അർമേനിയക്കെതിരെ പോർച്ചുഗലിന്റെ ഗോൾ മഴ. ഇറ്റലിയെ തോൽപ്പിച്ച് നോർവേ. അവസാന സെക്കൻഡിൽ നേടിയ ഗോളിൽ ഹംഗറിയെ വീഴ്ത്തി പ്ലേ ഓഫ് ഉറപ്പിച്ച അയർലൻഡ്. ഇംഗ്ലണ്ടിനും ഫ്രാൻസിനും ജയം.